ചാത്തീതര അവിടെയാണ് പൂ വെക്കുമ്പോ തന്നെ നാണം. കവിള് തട്ടുമ്പോ കണ്ണിങ്ങനെ പൊത്തണം. പക്ഷെ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുറച്ച് എന്താ ഒരു ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇത് ഭയങ്കര പാടാണല്ലോ, കാരണം ഈ മുദ്ര ഇങ്ങനെ പിടിക്കണം, ഈ എക്സ്പ്രഷൻ ഇങ്ങനെ ഇടണം എന്ന് നിങ്ങൾ വിചാരിക്കും. അത് സ്വാഭാവികം. പക്ഷെ അതിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും വറിയേണ്ട. നിങ്ങൾക്ക് എന്താണോ ആ ചിരിച്ച് ചിരിച്ച് ചെയ്യണം. സോ ആ ചിരി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. റെഡിയാണോ? തുടക്കമായതോട് പല്ല് കാണിച്ചതിന് ചിരിച്ചോളൂ. സോ ആദ്യം നമ്മള് 1 അപ്പൊ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ചവിട്ടി ശൂലം, പിന്നെ മോളിൽ ശൂലെടുത്ത് കുത്തണം. തല പിടിച്ചു മുകളിലേക്ക് ഉയർത്തി ഒരു കുറച്ച് നോക്കിയിട്ടാണ് ടക്ക്. പിന്നെ ചിരിക്കണം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഡാൻസ് വർക്ക്ഷോപ്പിൻ്റെ വ്ലോഗായിരിക്കും. അതായത് ഞാനിപ്പോൾ അബുദാബിയിലാണ്. അബുദാബി തംബ്രു ആർട്സ് ആൻഡ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം മന്ത്ലി വന്നിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഡാൻസുകൾ പഠിപ്പിക്കുക, ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ കുറച്ച് മുദ്രകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഡാൻസ് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ആ ഡാൻസിനോടുള്ളൊരു ഇഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ലൈക്ക് എൻ്റെ ഇഷ്ടം എങ്ങനെയാണോ ഡാൻസിൽ വളർന്നത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക, കളിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഞാനിവിടെ നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഇൻ അബുദാബി, അല്ലെങ്കിൽ ആ ഒരു ഡാൻസ് വർക്ക്ഷോപ്പിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. ഓക്കെ. സോ രാവിലെ ഇവിടെ ഒരു 8:45 ഞാൻ എണീറ്റു. ഇനി എൻ്റെ മോർണിംഗ് റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം നമ്മൾ വൈകിട്ടാണ് അങ്ങോട്ടേക്ക് പോവുള്ളൂ. നമ്മുടെ ഡീപ്പ് പഫ്നെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ മുൻപത്തെ ഫേസ് യോഗ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാം ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ ചെയ്തിട്ട് മുഖത്ത് ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ മസാജസ് ഒക്കെ ചെയ്യുന്നത് ഒരു 5 ടൈം അല്ലെങ്കിൽ 10 ടൈം വെച്ച് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഒരു മോർണിംഗ് ഡീപ്പ് പഫ്നെസ്സിന് വേണ്ടിയിട്ട്. പാർവതിയുടെ അടുത്താണ് കേട്ടോ ഞാനും ഫേസ് യോഗ ചെയ്യുന്നത്. മുൻപ് യൂട്യൂബിലായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് പാർവതിയുടെ ഇവിടെ തന്നെയാണ് ഞാനും ഫേസ് യോഗ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. പിന്നെ എന്തായിരുന്നു, അപ്പം അതന്നെ. അപ്പം അത് മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ക്വിക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു. ടാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര നല്ലതാണ് കേട്ടോ. രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ ഒരു 30 ടൈംസ് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ട്. ടാപ്പിംഗ് ചെയ്യുന്നത് നമുക്ക് കുറച്ചൊരു ബ്ലഡ് ഫ്ലോയ്ക്കും അതുപോലെ ആങ്സൈറ്റി ഇഷ്യൂസും മൊത്തത്തിൽ ബോഡി ഒന്ന് എനർജറ്റിക് ആവാനായിട്ട് ഈ ടാപ്പിംഗ് ഭയങ്കര നല്ലതാണ്. സോ സ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ലേഡീസ് എല്ലാവരും ഈ ടാപ്പിംഗ് ഒന്ന് രാവിലെയോ ഒരു ഡേയിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. മോർണിംഗ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലത്. പിന്നെ നമുക്ക് ഈവൻ രാത്രി കിടക്കുന്നതിന് മുൻപ് ചെയ്യുന്നതും നല്ലതാണ്. സോ 2026 കുറേ പേര് വീഡിയോസിലൊക്കെ ഈ ടാപ്പിങ്ങിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ചെയ്ത് കഴിയുമ്പോൾ. അതായത് ആരോഗ്യപരമായിട്ട് നമുക്ക് എല്ലാ രോഗങ്ങളും മാറും അങ്ങനെയല്ല കേട്ടോ. മെയിൻലി ഇതാണ് ആങ്സൈറ്റി ഇഷ്യൂസ്, സ്ട്രെസ് റിലീഫ്, നമുക്കൊരു ബോഡിയിൽ ഒരു എനർജി പമ്പ് ചെയ്യും അങ്ങനെ. യെസ്. ടാപ്പ് 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 ടാപ്പ്. നമ്മുടെ അബ്ഡോമൻ, അതുപോലെ തൈസ്,
കാഫ് എല്ലായിടത്തും ടാപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എല്ലായിടത്തും നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ ഹെയർ പുള്ളിങ് രാവിലെ നല്ലതാണ്. ജസ്റ്റ് നിങ്ങളുടെ ഹെയറുകളൊന്ന് പുള്ളി ചെയ്യുക. എല്ലാം ഒരു 10 ടൈംസ് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ ആസന, മലാസനം, ഇതെല്ലാം നമ്മൾ മോർണിംഗ് കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ ആസനവും മലാസനവും ഒക്കെ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ സ്പെഷ്യലി ലേഡീസ്, സ്പെഷ്യലി വുമൻസിന് അത് നല്ലതാണ്. അപ്പം ഇന്നിപ്പം എല്ലാം അങ്ങനെ കാണിക്കുന്നില്ല. ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ കാണിച്ചുകൊണ്ട് അത് എടുത്തിട്ടില്ല, പക്ഷെ ഞാനത് പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഈ എന്താ പറയുക, ഒരു എനർജി സെയിം ഇതുപോലെ നമ്മൾ ആർട്ടിസ്റ്റുകളാണ്. സോ അതിന് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭ്രാമരി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ 2026 അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ. നമ്മൾ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഹം ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഹം ചെയ്യുക എന്നുള്ളത് അത് വളരെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. സോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു മോർണിംഗ് ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വെള്ളം കുടിക്കണം, പക്ഷെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നതും അതൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. യെസ്. പിന്നെ എന്താണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, ഞാൻ നോമ്പ് അതെടുത്തിട്ടുണ്ട്. സോ ഞാനിനി വൈകിട്ട് 6:20 ഇവിടെ നോമ്പ് മുറിക്കുക. ആ സമയത്താണ് ഞാനും ഭക്ഷണം കഴിക്കുക. എൻ്റെ ഇവിടുത്തെ റൂം ഇതൊരു സർവീസ് അപ്പാർട്ട്മെന്റ് ആണ്, 1 ബെഡ്റൂം പോലെ. അപ്പോൾ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ബെഡ്റൂം, ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ബിൽഡിങ്ങിന്റെ വ്യൂ ആണുള്ളൂ, വേറെ പ്രത്യേകിച്ച് നല്ല വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാത്തത്. സോ അതൊക്കെയാണ് എൻ്റെ റൂമിന്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞു, ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മുടെ ഇന്നാണല്ലോ വർക്ക്ഷോപ്പ്, അപ്പോൾ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതായത് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പ് തുടങ്ങാം അങ്ങനെ. സോ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ നോട്ട്സ് ഒക്കെയാണ് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കുറേ നോട്ട്സ് ഇങ്ങനെ ചുമ്മാ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്, എനിക്ക് തന്നെ അവിടെ ചെല്ലുമ്പോൾ മറക്കാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് ഒരു 11:30 ആയിന്ന് തോന്നുന്നു. അതെ 11:30 ആയി. ഇനിയും സമയമുണ്ട്. അപ്പം അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. യെസ്. പിന്നെന്താ, അപ്പോൾ ആരും കൂടെ ഇല്ലാത്ത ഒരു യാത്രയായതുകൊണ്ട് എവിടെയും പോകാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ മേ ബി ഈ സമയത്ത് ചുമ്മാ എവിടെയെങ്കിലും ഒന്ന് പോകാമായിരുന്നു. പക്ഷേ പ്രേമുമില്ല, അമ്മയുമില്ല, അല്ലെങ്കിൽ അങ്ങനെ കൂടെ ആരും വരാത്തതുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കുന്നു. യെസ്. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ കൂടുതലും എക്സ്പ്രഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. ചിലപ്പോൾ ഒട്ടും ഡാൻസ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആ ഭാവം വരുത്തിക്കേണ്ടിക്ക് വരും. അപ്പം അതിൻ്റെ ഒരു എന്ത് പറയണം, എന്ത് സ്റ്റോറി പറയണം, അങ്ങനത്തെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യെസ്, ഇനി നമുക്ക് ഈവനിങ് അവിടെ പോകുന്നതിന് മുൻപും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണാം. ബൈ. അപ്പോൾ നമുക്ക് സമയമായിരിക്കുകയാണ് പോവാനായിട്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു മേക്കപ്പ്, കണ്ണെഴുതുന്നു, പൊട്ടുകുത്തുന്നു ആൻഡ് ലിപ്സ്റ്റിക് ഇടുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാതെ വേറെ നോ ഫൗണ്ടേഷൻ, നോ നത്തിങ്. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ കുരുവും കുഴിയും എല്ലാം ഉണ്ട്. പക്ഷെ കണ്ണെഴുതാതെ നമ്മളിങ്ങനെ ഒരു ഡാൻസ് വർക്ക്ഷോപ്പിന് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ണ് നന്നായിട്ട് എഴുതും.
അത് നിർബന്ധമാണ്. യെസ്, ഇനി ലിപ്സ്റ്റിക് ഇടണം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു പലാസോ പാൻറ്റും ഇത് ചുരിദാറിൻ്റെ ടോപ്പും പോലെയാണ്. സോ എല്ലാം റെഡിയായി, കമ്മലിട്ടു, എല്ലാം കഴിഞ്ഞു, പൊട്ട് വെച്ചു. ഫൈനലി മസ്കാരയും കൂടി നമ്മൾ ഇടുകയാണ്. മസ്കാര എനിക്ക് ഡാൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പം മസ്കാര ഇടുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കണ്ണിൻ്റെ ഒരു പവർ കൂട്ടാൻ മസ്കാരകൾക്ക് സാധിക്കും എന്ന് എനിക്കിങ്ങനെ തോന്നി. ഇനി ഞാനൊരു ഡാൻസ് വർക്ക്ഷോപ്പിന് പോകുന്നതായതുകൊണ്ട് തന്നെ ഡാൻസിൻ്റെ നമ്മൾ സ്റ്റേജിൽ കളിക്കുമ്പോൾ എപ്പോഴും ഡാൻസിൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ അൽത്ത എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അൽത്ത ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കയ്യിലും കാലിലും ഒക്കെ എനിക്കതിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പണ്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. പ്രോഗ്രാമിന് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കല്യാണത്തിനും മൈലാഞ്ചിക്ക് പകരം അൽത്തയാണ് ഇട്ടത്. റീസെൻ്റ്ലി ഇപ്പോൾ ഫിലിം ഫെയർ വാങ്ങാൻ പോയപ്പോഴും ഞാൻ അൽത്ത ഇട്ടു. സോ അൽത്ത ഇടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതും എനിക്ക് എൻ്റെ ഒരു ഭംഗി, കൈയുടെയൊക്കെ ഒരു ഭംഗി കൂടുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നും. അതൊരു എഗെയിൻ ഒരു ഡിവൈൻ, ഒരു സ്പിരിച്വൽ, ഒരു ഡാൻസറിനെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലായിടത്തും അൽത്ത ഇങ്ങനെ കൊണ്ടുപോകും, ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ഇടും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് അൽത്ത എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അൽത്ത ഇടുകയാണ്. ഇങ്ങനെ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ വിരലുകളും പിന്നെ സെൻറ്ററിൽ ഒരു റൗണ്ട്. ഇതാണ് അൽത്തയുടെ ബേസിക് ഡിസൈൻ. ഇതാണ് എല്ലാ ഡാൻസേഴ്സും ഇടുന്നത്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ദേവിയുടെ ഡാൻസും അല്ലെങ്കിൽ ശിവന്റെ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഉഗ്രരൂപിണിയായിട്ടുള്ള ദേവീനെയും അല്ലെങ്കിൽ താണ്ഡവമാടുന്ന ശിവന്റെയൊക്കെ അങ്ങനത്തെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ ഫുൾ റെഡ് കാണിക്കും. അപ്പോൾ ഭദ്രകാളിയും ശിവന്റെയും ഒക്കെ ഉഗ്രരൂപം കാണിക്കുമ്പോൾ നമ്മുടെ കയ്യിനും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ റൗണ്ടും വിരലുകളെല്ലാം ഫില്ല് ചെയ്യുന്ന പോലെയാണ് ഇടാൻ പോകുന്നത്. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അൽത്ത. ഈ അൽത്തയുടെ കളറിനും, ഇതിപ്പോൾ ആഷ് ബോർഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അൽത്തയുടെ കളറിനും ഒരു ഇതുണ്ട് കേട്ടോ. കാരണം ചില സമയത്ത് നമുക്ക് കിട്ടുക നല്ല നല്ല കളറുള്ള അൽത്ത കിട്ടും. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു കളറിലുള്ള ഒരു അൽത്ത കിട്ടില്ല. സോ അൽത്ത എന്ന് പറയുന്നതിൻ്റെ ഒരു കളറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ കുറേ നാളായിട്ട് കാത്ത് സൂക്ഷിക്കുന്നതാണ്. ഈ ഒരു കളറ് ഭയങ്കര രസമാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഒക്കേഷൻസിലും ഞാൻ അൽത്ത ഇടാറുണ്ട്. യെസ്, സോ ഗെറ്റ് റെഡി വിത്ത് മീയിലെ ലാസ്റ്റ് പോർഷനാണിത്, അൽത്ത. ഇതിന് പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല കേട്ടോ, സ്മെല്ലൊന്നുമില്ല. എന്താ പറയുക, നമുക്കങ്ങനെ കയ്യിലിടുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇറിറ്റേറ്റിംഗ് ആവുന്നൊരു മണമോ അങ്ങനെയോ ഇല്ല. എന്നാൽ ഭയങ്കര അടിപൊളി ഫ്രേഗ്രൻസോ അങ്ങനെയോ ഇല്ല. ഒന്നും പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല. പക്ഷെ അതിങ്ങനെ കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ കയ്യൻ്റെ മുദ്രയും ഒക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. യെസ്, ഓക്കെ. സോ അൽത്ത ഇട്ടു, എല്ലാം ഇട്ടു, കമ്മലിട്ടു, മാല. ഇത് ദേവദാരുവിൻ്റെ മാലയാണ്, റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്താണ്. അങ്ങനെ എല്ലാം ലുക്കും കഴിഞ്ഞു. ഇനി ഫൈനലി ഇത് അഭിലാഷ്, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അഭിലാഷ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. ഇതിപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ ഫോർ എവർ 52 അതിൻ്റെ മൂഡ്സ് എന്ന് പറയുന്നിട്ട് ഉള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പോൾ എനിക്ക്, അതായത് ഇത് കുറേ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ എൻ്റെ സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യും. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഇത് മാച്ച് ആവുന്നുണ്ട്. കുറച്ച് മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. പെർഫെക്റ്റ് ആണ്. നല്ലൊരു എത്നിക് വെയറിൻ്റെ കൂടെ ഓൾമോസ്റ്റ് സാരി, സൽവാർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഭയങ്കര നന്നായിട്ട് പോവും. അത് മാത്രമല്ല എൻ്റെ സ്കിൻ ടോണിന്, അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് എല്ലാവർക്കും പറ്റുന്ന പോലത്തെ ഒരു ഇതാണ്. വെരി ലാസ്റ്റിക്,
സോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതാണ് ഇപ്പം എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്ക് തമ്പുരുവിൽ കാണാം. കുട്ടികൾ വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവിടെ വെച്ച് കാണാം. ബൈ. തമ്പുരു ആർട്സ് ആൻഡ് ട്രെയിനിങ് സെൻറ്ററിലെ ഒരു അധ്യാപികയാണ് അശ്വനി. അടുത്തൊരു അധ്യാപികയാണ് നിധി. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ അധ്യാപികമാർ. സോ നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ വരും, അപ്പോൾ നമുക്ക് പഠിപ്പിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ അശ്വനി ഞാനും കൂടി ഒരു റീല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏത് പാട്ടായിരുന്നു? കണ്ണിൽ വിളക്കും വെച്ച്. അത്. അപ്പം നമ്മുടെ അഭിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. റെഡിയല്ലേ? നമുക്ക് എടുക്കാലോ. ഓക്കെ, കുറച്ചുകൂടി സ്പീഡിൽ എടുക്കണം. അതായത് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നോ. 1 2 3 ചാർത്തി മനം. അപ്പൊ എന്താ ചെയ്തത്? കണ്ടു നോക്കണം. കൃഷ്ണ തുളസി ചാർത്തി എന്ന് പറയുമ്പോ നാണം. നാണം ചാർത്തി അവിടെയാണ് കണ്ടു. പൂ വെക്കുമ്പോ തന്നെ നാണം. കവള് തട്ടുമ്പോ കണ്ണിങ്ങനെ പൊത്തണം. അപ്പൊ നമ്മള് ഞാൻ തമ്പുരൂല് വെച്ചിട്ട് ഇഫ്താർ മുറിച്ച് കഴിക്കാൻ പോവാണ്. നിധിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ രാജ്മ ചാവൽ മതി. പഞ്ചാബി ഡിഷ് രാജ്മ ചാവൽ. പിന്നെ നല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് കേർഡിൽ നിറച്ച് മസാല, ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ടുള്ള കേർഡ് രാജ്മ നമ്മളിടും. പിന്നെ നല്ല കട്ട് വെജിറ്റബിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പായസം, സേമിയ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. Oh my god. Thank you. For online classes. അയ്യോ, അവരെല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. ഫുഡില്ല, ഡെയിലി ഓൺലി ക്ലാസ്. हाँ, अच्छा है. कौन सा मसाला डाला? चाट मसाला. चाट मसाला, ब्लैक सॉल्ट and हाँ, ब्लैक सॉल्ट. अതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. രാജ്മ ചാവൽ, പഞ്ചാബി രാജ്മ ചാവൽ by chef Nidhi. How's it, ma'am? If you want salt, I can. No, we have. പിന്നെ നമുക്കും രാവിലെ വെച്ചാലും പല ജോലി അതും പറ്റില്ല. പിന്നെ കഴിഞ്ഞാൽ പിന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സൈഡിലേക്ക് വന്നോളൂ. ഈ സൈഡിലേക്ക് നമുക്ക് എന്തായാലും അതിനൊരു 3 മണിക്കൂർ പറ്റില്ല. ഡൽഹി പറയുന്ന പോലെ ഇതൊരു കടലാണ്, അതുകൊണ്ട് നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുറച്ച് എന്താ ഒരു ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഹായ്, പേര് ലക്ഷ്മി. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഒരു എനർജി കിട്ടും. ചിലപ്പോ നിങ്ങൾ ഇതേ സാധനം തന്നെ വീട്ടിൽ ചുമ്മാ ഒരു പാട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു പേടി നമ്മളെപ്പോഴും അങ്ങനെയുള്ള ഒരാളെ ചേച്ചി ഒന്ന് ഡാൻസ് ചെയ്യുന്നതിന് വയ്യോ എനിക്ക് ഡാൻസ് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ പറയുള്ളൂ. കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും ഡാൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് കളിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഭയങ്കര പാടാണല്ലോ, കാരണം ഈ മുദ്ര ഇങ്ങനെ പിടിക്കണം, ഈ എക്സ്പ്രഷൻ ഇങ്ങനെ ഇടണം എന്ന് നിങ്ങൾ വിചാരിക്കും. അത് സ്വാഭാവികം. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ഒട്ടും വരിയേണ്ട. നിങ്ങൾക്ക് എന്താണോ ആ ഇമോഷൻ മനസ്സിൽ നമുക്ക് തോന്നുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ഈ ഡാൻസിൽ ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ റൗണ്ട് പോലെയാണ് ഇതിന് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതിൽ മെയിൻലി ഒരു സ്ത്രീയുടെ പവർ, ഒരു സ്ത്രീ ശക്തി അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇതിൽ നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇതൊരു മീനകളെ കണ്ടപ്പോ കുറച്ചും കൂടി ഒരു ഡാൻസും കൂടി കുറച്ചും കൂടി ഒരു ഇതായിരുന്നത്. ഇതിൽ ഞാൻ മെയിൻലി നോക്കുന്നത് കുറച്ച് എക്സ്പ്രഷൻസ് ആൻഡ് നിങ്ങളുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡി, ഒരു നോട്ടം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. നിങ്ങൾക്ക് അതിൽ എന്താണോ പറ്റുക ആ എക്സ്പ്രഷൻ നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെ കുറച്ച് റിലാക്സ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രം കണ്ടാൽ മതി. നേരത്തെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. എന്താണോ നമുക്ക് ഇപ്പൊ ഞാൻ എന്താണോ കാണിച്ചു തരുന്നത്, അപ്പൊ എന്താണോ മനസ്സിലാവുന്നത് അത് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ റൗണ്ടിൽ നിൽക്കാം. റൗണ്ടിൽ നിന്നിട്ട് ഞാനൊരു സോങ് വെക്കാം. അത് ജസ്റ്റ് നമുക്ക് ഒരു ബോഡി ഒരു വാം അപ്പ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഇത് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. സോ അതിൽ ഞാൻ കാണിച്ചു തരുന്ന പോലെ കാണിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ ഫുള്ളി സ്മൈൽ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. ചിരിച്ച് ചെയ്യണം. സോ ആ ചിരി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. റെഡിയാണോ? അപ്പൊ ആദ്യം നമുക്ക് ചിരിയിൽ തുടങ്ങാം. പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്ന ചിരിയല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ചിരിയിൽ തുടങ്ങണം.
ശരി. കരിങ്കാളിയല്ലേ എന്ന് പറയുമ്പോ ഇവിടെ ചിരിക്കും, ഇപ്പുറത്തെ കൊടുങ്ങൽ ഒരുപാട് ചിരിക്കും. അപ്പൊ ഇപ്പുറത്തോടെ വരുമ്പോ ദേഷ്യം, ഇവിടെ വരുമ്പോ ചിരി. ആ റീൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ, അതിന്റെ എക്സ്പ്രഷനും എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുപോലെ നമ്മള് വിചാരിക്കണം. അതായത് നമ്മുടെ പാട്ടിന്റെ ഒരു ഭാഗത്ത് നമ്മള് ദേഷ്യം, കണ്ണിങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് വൈഡായിട്ട് നോക്കിയിട്ട് ദേഷ്യം, ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ വരുമ്പോ ചിരിക്കണം. അപ്പൊ നിങ്ങൾ പല്ല് കാണിച്ച് ചിരിച്ചോളൂ. നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പല്ല് കാണിക്കാതെ അത് വേറെ ഭാവത്തിലൊക്കെ ചിരിക്കും. പക്ഷെ നിങ്ങളിപ്പോ തുടക്കമായതുകൊണ്ട് തന്നെ നേരത്തെ അറിയെങ്കിൽ അതുപോലെ ചിരിക്കാമല്ലോ. തുടക്കമായതുകൊണ്ട് പല്ല് കാണിച്ചതിന് ചിരിച്ചോളൂ. സോ ആദ്യം നമ്മള് 1 3 4 1 അപ്പൊ ചിരിക്കണ്ട. 1 2 3 4. എല്ലാവർക്കും ഇപ്പൊ ചിരിയാണ്, സന്തോഷാണ്, അത് മനസ്സിലായി. സന്തോഷമാണെങ്കിൽ പോലും. അപ്പൊ നിങ്ങൾ ആദ്യം ചിരി നിർത്തി നോക്കിയേ. നോക്കിയേ, അശ്വിനി ടീച്ചർ നോക്കി, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഇത് കുറച്ച് ഇങ്ങനെ ലൂസ് ആയിട്ട്, ലൂസ് സ്റ്റിഫ് വേണ്ട. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇതാണ് ഇതിന്റെ പല്ലവി തീർന്നു ഇപ്പൊ, മനസ്സിലായോ? അപ്പൊ നമ്മള് അടുത്തത് ഇത് പാട്ടിൽ കളിക്കണോ അതെയോ അടുത്തത് പോണോ? ഇത് പാട്ടിൽ കളിക്കണോ? നോക്കാം, ഇപ്പുറത്ത് നിന്നോ. അപ്പൊ വാർമൂടി ചുരുൾ കൈ തൊഴാൻ കഴിഞ്ഞിട്ട് ചിറ്റിട്ടാണ് മ്യൂസിക് വരണമെന്ന് ഓർത്തോളൂ കേട്ടോ. ആ മ്യൂസിക്കിലാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ കൈ പൊക്കണം, ഹെഡിന്റെ. യെസ്, ഒന്നോടെ 3 4. കുറച്ചുകൂടി ഇത്ര അകന്നായിരിക്കണേ. അപ്പൊ എന്താവും, നമ്മുടെ തലയിൽ ആഭരണം പോലെ തോന്നില്ല, അടുത്ത ആളുടെ തലയിൽ വെക്കണ പോലെ തോന്നും. അപ്പൊ നമ്മുടെ തലയുടെ അടുത്ത് തന്നെ വെക്കാം. നമ്മുടെ തലയിലെ വല്ല ആഭരണം പോലെയാണ്. അപ്പൊ ഇത്ര അടുത്ത് വെക്കണം. കുറച്ചൊരു ഡിസ്റ്റൻസ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി ഡിസ്റ്റൻസ് വന്നാൽ അത് വേറെ തന്നെ, ഇവിടെ തലയില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്ന പോലെ വരും. കുറച്ചടുത്ത് തന്നെ വെച്ചിട്ട് ഈ കൈ ഇടാം. അപ്പൊ ഇത് ഈ തന്തവിരലും കേട്ടോ, ഒരു എൽ ഷേപ്പ് എന്തായാലും കിട്ടണം കേട്ടോ, എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു എൽ ഷേപ്പ് വരണം. ഈ തന്തവിരൽ ഇങ്ങനെ ചുരുങ്ങാൻ പാടില്ല. ആ കർത്തരി മുഖം, കണ്ണ് എന്നുള്ളതിന് നയനങ്ങളും. അത് കഴിഞ്ഞിട്ടാണ് കൈ തൊഴാം. അപ്പൊ തന്നെ നയനങ്ങൾ 2 തീക്ഷ്ണമായ നയനങ്ങൾ 2 കഴിഞ്ഞ് കൈ തൊഴാം ഭയങ്കരി തവ മൂർച്ചയേകിയതം ശ്രവും. അവിടെയും സമയമുണ്ട്, അതുകൊണ്ട് താഴേന്ന് ഇങ്ങനെ വന്നോളൂ. മൂർച്ചയേകിയതം ശ്രവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു റൗണ്ട്, തൊഴുതുകൊണ്ട് ഒരു റൗണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശിരസ് കൊയ്തു. ഇത് പിടിക്കണം. അതായത് ചവിട്ടി കഴിഞ്ഞ ഉടനെ നമ്മൾ ശൂലം പിടിക്കണം. അപ്പൊ നിങ്ങൾ ചവിട്ടി ശൂലം. അതന്നെ, ചവിട്ടി ശൂലം. പിന്നെ മോളിൽ ശൂലം എടുത്ത് കുത്തണം. പിന്നെയാണ് ബ്രീത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഫ്രണ്ടിലേക്ക്. അതേ തന്നെ പോയിന്റിൽ ചെയ്ത ഒരു മ്യൂസിക് ആണല്ലോ, ലിറിക്കില്ല. അപ്പൊ മ്യൂസിക്കിലാണ് 1 2 then തല പിടിച്ചു മുകളിലേക്ക് ഉയർത്തി, ഒരു കുറച്ച് നോക്കിയിട്ടാണ് ടക്ക്. പിന്നെ ചിരിക്കണം. പിന്നെയാണ് സ്മൈൽ, ദേവിയുടെ സ്മൈൽ. അത് നിങ്ങൾക്ക് നേരെ നിന്നാൽ മതി, അരമള്ളം നിൽക്കണ്ട, നേരെ നിന്നാൽ മതി. ബാക്കിയുള്ളതെല്ലാം കാലില്ല, കൈ മാത്രം. തിരുവാർമുടിച്ചുരു കൈ തൊഴാമാണ് പോസ്, നമ്മുടെ ലാസ്റ്റ് പോസ്. ഓക്കെ ഓക്കെ. ഇനി നിങ്ങളുടെ ആർക്കാ സംശയം, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ചവിട്ടി ശൂലം. ഒന്നോടെ ചവിട്ടി ശൂലം. 3 4 ചവിട്ടി ശൂലം. അത് കറക്റ്റ് ആണ്, അങ്ങനെ തന്നെയാണ് പിടിക്കേണ്ടത്. ഇത് ഇച്ചിരി കാത്തി പിടിച്ചത് ഇങ്ങനെ. അപ്പൊ ഇവിടെ പിടിച്ചത് 3 4 ചവിട്ടി ശൂലം. പിന്നെ മോളിന്ന് കുത്തി. പിന്നെ കാല് ബാക്കിലേക്ക് വെച്ച് അവിടെ തന്നെ നിൽക്കുക. ബാക്കിലേക്ക് വെച്ചിട്ട് അങ്ങനെ നോക്കി നിന്നാൽ മതി. പിന്നെ നമ്മൾ കൈ 2 ഫ്രീ ആക്കി താഴെ ഇട്ടിട്ടാണ് അങ്ങോട്ട് നടക്കുക.
നടന്നിട്ടാണ് പിന്നെ നമ്മൾ തല പിടിക്കുന്നു, വെട്ടുന്നു, ചിരിക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും ദേവി. നമ്മുടെ ശ്രീ മുത്തപ്പൻ ഭക്ത സമിതി അബുദാബിയുടെ ഈ വർഷത്തെ 2026 മുത്തപ്പൻ മഹോത്സവം ഇവിടെ ഔപചാരികമായിട്ട് സന്തോഷം ഉദ്ഘാടനം പ്രകാശനം ചെയ്തിരിക്കുന്നു. അപ്പം ഏപ്രിൽ 18 ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് അതിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. യെസ്, അങ്ങനെ ഡാൻസ് ക്ലാസ്സിൻ്റെ വർക്ക്ഷോപ്പ് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലെത്തി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ. ഒരുപാട് നല്ല കുട്ടികൾ നമുക്കിന്ന് ജോയിൻ ചെയ്തു. അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കാനും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനെ നല്ല സ്മാർട്ടായിട്ടുള്ള കുറേ കുട്ടികളെ ഒരു 10ഓളം സ്റ്റുഡൻസിനെ ഇന്ന് മീറ്റ് ചെയ്തു. സോ നല്ലൊരു അതായത് ഞാൻ കുറച്ച് എക്സ്പ്രഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഐറ്റം പഠിപ്പിച്ചത്. പക്ഷെ അവർക്ക് ആ എക്സ്പ്രഷൻ ഗ്രാസ്പ് ചെയ്യാനും പറ്റി, നന്നായിട്ട് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്തു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മൾ രാത്രി ഒരു 10:30 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ റൂമിലെത്തി. ഇനി വീണ്ടും നാളെ ഉണ്ട്. നാളെ സെയിം സ്റ്റുഡൻസ് തന്നെയായിരിക്കും വരിക. ജസ്റ്റ് അവരുമായിട്ടുള്ള കുറച്ചുകൂടി ഒരു ഇൻട്രാക്ഷൻ അതൊക്കെ ആയിരിക്കും നാളെ. അപ്പം എന്തായാലും അങ്ങനെ അബുദാബിയിലെ എൻ്റെ ഡാൻസ് വർക്ക്ഷോപ്പിൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 1:30 ആവാൻ പോകുന്നു. സോ ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ വ്ളോഗ് കണ്ടത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.